ഇപ്പോൾ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരി ഇപ്പോൾ തത്സമയം നമ്മോടൊപ്പം പ്രതികരിക്കാൻ തയ്യാറുണ്ട്. അവരുടെ പേരും വിവരങ്ങളും ഒന്നും നൽകാൻ പറ്റില്ല, കാരണം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേൾക്കാമല്ലോ അല്ലേ? അതെ, കേൾക്കാം. എന്താണ് ഈ കമ്പനിയിലെ ജോലി സാഹചര്യം? ഇത് പൊതുവെ കോർപ്പറേറ്റ് ലോകത്തെ ഒരു പൊതു സാഹചര്യമായി കാണാൻ പറ്റുമോ, അതോ ഈ കമ്പനിയിൽ കുറച്ച് കൂടുതലാണോ അവിടുത്തെ തൊഴിൽ സമ്മർദ്ദം? ഇപ്പോൾ അന്നയുടെ അവസ്ഥ അറിഞ്ഞല്ലോ. ഈ സംഭവം നടന്നപ്പോൾ 2 മാസം കഴിയുമ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. ഇത് ഈവയിൽ മാത്രമുള്ള കാര്യമല്ല, പൊതുവെ കോർപ്പറേറ്റ് സെക്ടറിലെല്ലാം, പ്രത്യേകിച്ച് IT സർവീസസ് കമ്പനീസിൽ എല്ലായിടത്തും ഇത് ഉള്ളത് തന്നെയാണ്. അപ്പോ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഒന്ന് സ്വന്തം അവസ്ഥയൊന്ന് പറയാമോ? ഈ സ്ഥാപനത്തിൽ ജോലി എടുക്കുമ്പോൾ ഇപ്പോൾ 16 മണിക്കൂറൊക്കെ ജോലി ചെയ്യുക, ഓഫ് ഡേക്ക് വീട്ടിലെത്തിയാൽ അവിടെയും ജോലി ചെയ്യേണ്ട സാഹചര്യം, അങ്ങനെയൊക്കെയാണോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? അതെ അതെ അതെ, വളരെ ലോങ് വർക്കിംഗ് അവേഴ്സ് ആണ്. പിന്നെ ഒരു ദിവസം എത്ര മണിക്കൂറാണ്? ഞാൻ ഏകദേശം ഒരു 12 hours ഒക്കെ ഒരു ആവറേജ് എല്ലാ ദിവസവും ജോലി ചെയ്യാറുണ്ട്. പിന്നെ 2-3 പേര് ജോലി ചെയ്യേണ്ടതാണ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ രാത്രി ഷിഫ്റ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴും ഓഫീസിൽ വരാൻ നിർബന്ധമാക്കുന്നുണ്ട്. അപ്പോൾ ഈ രാത്രിയിലൊക്കെ ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തുമ്പോൾ ഒരുപാട് രാത്രിയാവും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. പരാതിപ്പെടാനുള്ള സംവിധാനങ്ങളുണ്ടോ? നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്മേൽ എന്തെങ്കിലും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുമോ? നമ്മൾ അപ്പോൾ നമ്മുടെ മാനേജേഴ്സിനോട് ഇതെല്ലാം പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഈ എക്സ്റ്റേണൽ ക്ലയൻസിന് വേണ്ടിയിട്ടാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ബഡ്ജറ്റ് ഇഷ്യൂസ് കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3 പേര് ജോലി ചെയ്യേണ്ടിടത്ത് ഒരാൾ ജോലി ചെയ്യേണ്ടി വരുന്നത്. എക്സ്ട്രാ ഒരാളെയും കൂടെ ഇടാനൊക്കെ പറ്റാത്തത്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ മാനേജേഴ്സ് പോലും ഹെൽപ്ലെസ് ആണ്. ഇതിപ്പോൾ ഒരു കമ്പനിക്ക് ഒരു പോളിസിയൊക്കെ നിശ്ചയിക്കാമല്ലോ. ഇതിപ്പോൾ പറഞ്ഞ പോലെ പുറത്തുള്ളവരുമായിട്ടാണ് അത് ഈ ജോലി നടത്തുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു കമ്പനിക്ക് ഒരു പോളിസി കൊണ്ടുവരാമല്ലോ. അങ്ങനെ ഒന്ന് ഈ കമ്പനിയുടെ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ ഇപ്പോൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ കാര്യത്തിൽ പോളിസീസ് ഒക്കെ ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡിഫറെന്റ് പ്രോജക്ട്സ്. പിന്നെ നമ്മുടെ മാനേജ്മെന്റ് ഒക്കെ മാറുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. ഇപ്പൊ ഞാൻ ഈ വയൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. അപ്പോൾ ആദ്യത്തെ ഒരു 5 വർഷമൊന്നും അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം ഞാൻ കണ്ടത് ഈ സീനിയർ ലീഡർഷിപ്പ് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ ഉറങ്ങാതെ പണിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഇപ്പോൾ സ്വന്തം കാര്യം മാത്രമല്ലല്ലോ, കൂടുതൽ മറ്റു പെൺകുട്ടികളും സ്ത്രീകളിലായിരിക്കും കൂടുതലല്ലേ? 2 കൂട്ടരും ഉണ്ട് നമ്മുടെ കമ്പനിയിൽ. നിങ്ങൾ പരസ്പരം ഈ ബുദ്ധിമുട്ട് പറയാറുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ സിംഗിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് ലേഡിയാണ്. പക്ഷെ എന്നെക്കാട്ടിലും വളരെ മോശം അവസ്ഥയാണ് മാരീഡ് ആയിട്ടുള്ള വർക്കിംഗ് മംസ്. അപ്പോ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നല്ല സാലറിയാണ് എന്നുള്ളതാണ് അല്ലേ? ഉയർന്ന സാലറി, നല്ല സാലറി, പിന്നെ അല്ലാതുള്ള ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ, മെഡിക്കൽ ഇൻഷുറൻസ്. അപ്പോ പെട്ടെന്ന് അപ്പം ജോലിന്നൊക്കെ പിരിച്ചുവിടുവാണെങ്കിൽ ഇതെല്ലാം അങ്ങ് നിൽക്കുവാണല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും കൂടുതലും മിണ്ടാതിരിക്കാനാ ശ്രമിക്കാറ്. നോക്കൂ, ഇപ്പോൾ അന്ന മരിച്ച ശേഷം അന്നയുടെ അമ്മ കത്തയച്ചു. അപ്പോൾ കമ്പനി ഇപ്പോൾ പ്രതികരിക്കുന്നത് നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ളതാണ്. ഇതിൽ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്? അന്ന എനിക്ക് പേഴ്സണലി അറിയില്ല. അന്ന കൊച്ചിയിലെ വീടെങ്കിലും പൂനെ ഓഫീസിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് പേഴ്സണലി അറിയില്ല. പിന്നെ ഈ സംഭവത്തിന് ശേഷം ഇങ്ങനെ മരണം സംഭവിച്ചതിന് ശേഷം ഞങ്ങളെ ഒന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു മരണം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഈ അന്നയുടെ അമ്മയുടെ ലെറ്ററിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത്. എംപ്ലോയീസ് പോലും ഇതൊക്കെ അറിയുന്നത്. അതിനുശേഷം സീനിയർ ലീഡർഷിപ്പിൽ നിന്ന് 2 ഇമെയിൽ വന്നിരുന്നു. ഇതേപോലെ ബെറ്റർ വർക്കിംഗ് പ്ലേസ് ആക്കും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോ
എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. ഈ ജോലി സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് വയ്യാതാവുകയും വീഴുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് പൊതുവെ അതിനോടുള്ളൊരു സമീപനം? എങ്ങനെ മനസ്സിലായില്ല? അല്ല, ജോലി ചെയ്യുന്നതിനിടയിൽ വയ്യാതാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുമല്ലോ ചിലർക്കെങ്കിലും. അപ്പോൾ അപ്പോഴൊക്കെ എങ്ങനെയാണ് കമ്പനി പ്രതികരിക്കാറ്? കാരണം അന്ന മരിച്ച ശേഷം അന്നയുടെ വീട്ടിലേക്ക് പോവുകയോ വീട്ടുകാരുമായി ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ ഫ്യൂണറലിന് പോലും വീട്ടിൽ നിന്ന് കമ്പനിയിൽ നിന്ന് ആരും പോയിട്ടില്ല എന്നാണ് വീട്ടുകാർ പറഞ്ഞത്. അതെ അതെ അതെ. ഇപ്പോ അതെനിക്കറിയില്ല. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് വയ്യാതാവുകയാണെങ്കിൽ എമർജൻസി ലീവ് ഒക്കെ എടുക്കാറുണ്ട്. നമ്മൾ തന്നെയാണ് അത് മാനേജ് ചെയ്യുന്നത്. പിന്നെ യൂഷ്വലി ഇത് വർക്ക് പ്രഷർ ആണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലാതുള്ള ഇഷ്യൂസ് ഒന്നും ഞാൻ നേരിട്ടിട്ടില്ല. ഇപ്പൊ ഈ സെക്ഷൽ അബ്യൂസോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും തന്നെ, ഞാൻ ഒരുപാട് വർഷം ഇവിടെ ജോലി ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അങ്ങനെ എന്തെങ്കിലും നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ തന്നെ വളരെ വേഗം തന്നെ അതിനൊക്കെ ആക്ഷൻ എടുത്തിട്ടുണ്ട്. ഇത് വർക്ക് പ്രഷർ ആണ് ഏറ്റവും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്. മനസ്സിലായി. ഇതിപ്പോൾ നോക്കൂ, സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു, വിശദീകരണം തേടിയിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യം മാറുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും മാറണം. കാരണം നമ്മുടെ ഈ IT സെക്ടറിൽ നമുക്കൊരു റെഗുലേറ്ററി ബോഡി ഒന്നും ഇല്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ മാനേജേഴ്സിനോട് പറയും. പിന്നെ ഉള്ളത് നമ്മുടെ കമ്പനി തന്നെയുള്ള HR ആണ്. അവിടെ കൊണ്ട് തീരുവാണ്. അതിനപ്പുറത്തോട്ട് നമുക്ക് കംപ്ലൈന്റ് ചെയ്യാനോ നമ്മുടെ കൺസേൺസ് അഡ്രസ് ചെയ്യാനോ ഒന്നും ഉള്ള യാതൊരു മെക്കാനിസവും ഇല്ല ഇപ്പോൾ. ശരി. അപ്പോൾ ഇവിടെ തന്നെ തുടരാനാണോ അതോ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് മാറാൻ ആലോചിക്കുന്നുണ്ടോ? ഞാൻ വേറെ സ്ഥാപനങ്ങളിലേക്ക് മാറാൻ നോക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കൊളീഗ്സൊക്കെ എന്തു പറയുന്നു ഈ ഒരു സംഭവത്തിന് ശേഷം? നിങ്ങൾ പരസ്പരം എന്തായാലും സംസാരിച്ച് കാണുമല്ലോ ഈ ഒരു വിഷയം, അന്നയുടെ വിഷയം. അല്ല, അത് എന്താ പറയാനുള്ളത്, ഇവയിലുള്ളവർക്കും അല്ലെങ്കിൽ പുറത്തുള്ള കമ്പനീസിലുള്ളവർക്കും എല്ലാം എല്ലായിടത്തും ഇത് നടക്കുന്നതാണ്. ഇതൊരു നമ്മൾക്കിടയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണിത്. ഇപ്പം ആരോട് നമ്മൾ സംസാരിച്ചാലും നമുക്കും ഇത് തന്നെയാണ്. ഇപ്പം എൻ്റെ കൂടെ EY തന്നെ ജോലി ഉണ്ടായിരുന്നു, ഇപ്പൊ ജോലി ചെയ്യുന്നില്ല. എൻ്റെ എക്സ് കൊളീഗ് എന്നോട് ഈ കഴിഞ്ഞ മാസം പറയായിരുന്നു, അവരുടെ മകനോട് സംസാരിക്കാൻ സമയം കിട്ടാറില്ല. ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, അത്രയും മണിക്കൂറാണ് ഒരു ദിവസം ജോലി ചെയ്യുന്നത്. അപ്പം എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്, എല്ലാ കമ്പനിയിലും ഇത് തന്നെയാണ് അവസ്ഥ. ഏതായാലും കഷ്ടമാണ് സാഹചര്യം. EY പക്ഷേ നല്ല ബെറ്റർ ആയിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ കുറെ വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ടാണ് ഇത് ഇത്രയും വേഴ്സ് ആയത്. വെൻ കമ്പയറിംഗ് ടു IT സർവീസ്, ഇന്ത്യൻ IT കമ്പനീസ്, ഇത് EY നല്ല ബെറ്റർ ആയിരുന്നു. ശരി. ഏതായാലും വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. EY കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ പ്രതികരണമാണ്. സ്ഥാപനം മാറാൻ പോലും ആലോചിക്കുന്ന ഒരൊറ്റ കമ്പനിയുടെ മാത്രം സാഹചര്യമല്ല. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന ഒട്ടുമിക്ക പേർക്കും ഈ തരത്തിലുള്ള സാഹചര്യമുണ്ട് എന്നാണ് അവർ പറയുന്നത്.